മുരുകൻ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിക്ക് ഞാൻ വന്നത്. കോയമ്പത്തൂരിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററും കൂടി ഉണ്ട് യാത്ര ചെയ്യാൻ. ഇവിടെ ഈ മല കയറാൻ പോവാണ്. അപ്പോൾ ബാക്കിയുള്ള കാണുന്നുണ്ടോ മലകൾ? ഞാൻ കാണിച്ചു തരാം. ട്രാവൽ ചാനൽ 360 ട്രാവൽ ചാനൽ 360യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 8 മണിക്കാണ് അനുവാവി സുബ്രഹ്മണ്യ ടെമ്പിൾ ഓപ്പൺ ചെയ്യുക. കാട്ടിനുള്ളിലുള്ള ടെമ്പിളായ കാരണം അതിനു മുമ്പ് അകത്തേക്ക് ആരെയും കടത്തിവിടില്ല. ഹൈവേയിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള വഴി കയറി കുറച്ചു ദൂരം അകത്തേക്ക് പോകണം. അങ്ങ് ദൂരെ കാണുന്ന ആ മലനിരകളുടെ താഴ്വാരത്തിലായാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം ഉള്ളത്. പോകുന്ന വഴി നല്ല മനോഹരമായ ലാൻഡ്സ്കേപ്പുകളും കൃഷിയിടങ്ങളും കാണാൻ കഴിയും. തിരക്കും ബഹളങ്ങളൊന്നും ഇല്ലാത്ത കോയമ്പത്തൂരിലെ ഉൾഗ്രാമത്തിലൂടെയാണ് ഈ യാത്ര. അട്ടപ്പാടിയിലൂടെ വരുമ്പോൾ കേരള തമിഴ്നാട് ബോർഡറിനോട് അടുത്തെത്തുമ്പോൾ കാണാൻ കഴിയുന്ന മനോഹരമായ കുറെ നല്ല കാഴ്ചകളുണ്ട്. അതുപോലുള്ള ലാൻഡ്സ്കേപ്പുകളാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. കാടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമായ കാരണം ഇവിടെ കുറെ വന്യമൃഗങ്ങൾ വരാറുണ്ട്. ഈ യാത്ര ഒന്നുകൂടി മനോഹരമാക്കാൻ വേണമെങ്കിൽ അട്ടപ്പാടി വഴിയും പ്ലാൻ ചെയ്യാം. പാലക്കാട് ടൗണിൽ നിന്ന് പോകുന്നവർക്ക് കോയമ്പത്തൂർ പോയി പോകുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് ബാക്കി നടന്നാണ് കയറേണ്ടത്. വഴിയരികിലായി കുറെ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കാണാൻ കഴിയും. വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ ടെമ്പിൾ നന്നായി കാണാൻ കഴിയുന്നുണ്ട്. കാടും മലയും അതിനിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കോവിലും. ഒരു വീക്കെൻഡ് സൺഡേ ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഏകദേശം 8:30 ആയപ്പോഴാണ് ഞാനിവിടെ എത്തിയത്. അമ്പലം തുറന്നു കഴിഞ്ഞു. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരാൻ താല്പര്യമുള്ളവർക്ക് കോയമ്പത്തൂര് ഗാന്ധിപുരത്ത് നിന്ന് ഇവിടേക്ക് ബസ് സർവീസ് ഉണ്ട്. 11A എന്നാണ് ബസ്സിന്റെ നമ്പർ. ഗാന്ധിപുരത്തെത്തി 11A ബസ് പിടിച്ചാൽ ഇവിടെ വന്ന് ഇറങ്ങാൻ കഴിയും. ഇനി സമയം കളയാതെ മുകളിലേക്ക് കയറി തുടങ്ങാം. കോവിലിന്റെ ഗേറ്റ് തുറക്കുന്ന സമയത്ത് തന്നെ ഇവിടെ എത്തണമെന്ന് വിചാരിച്ചാണ് കുറച്ച് ലേറ്റായി പോയി. സൺഡേ ആയ കാരണം അതിന്റെ ഒരു തിരക്ക് കൂടിയുണ്ട്. എല്ലാ വണ്ടികൾക്കും ഇവിടെ പാർക്കിംഗ് ഫീസ് ഉണ്ട്. അതിപ്പോ സൈക്കിൾ ആണെങ്കിലും ശരി, വലിയ ട്രക്ക് ആണെങ്കിലും ശരി, ഇവിടെ കാശ് കൊടുക്കണം. കാറിന് 30 രൂപയാണ് പാർക്കിംഗ് ഫീസ്. വണ്ടി പാർക്ക് ചെയ്തതിന്റെ കാശും കൊടുത്ത് അകത്തേക്ക് കയറി. തുടക്കത്തിൽ തന്നെ ഇവിടെ വലിയൊരു മണ്ഡപമാണ് കാണാൻ കഴിയുക. അതുപോലെ ഇവിടെ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. ഗണപതി കോവിലും മുന്നിലെ മണ്ഡപം എല്ലാം കഴിഞ്ഞ് കുറച്ച് സ്റ്റെപ്പുകളെ മുകളിലേക്ക് കയറിയിട്ടുള്ളൂ. ഗണപതി കോവിലിന് മുന്നിലൂടെ കാട്ടിലൂടെ ഒരു വഴി പോകുന്നുണ്ട്. അതുവഴി കുറച്ചു ദൂരം മുന്നിൽ പോയാൽ അവിടെ കറുപ്പ് സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോവാം. ഇന്നത്തെ ക്ലൈമറ്റും കൊള്ളാം. മഞ്ഞ് മൂടിയൊരു ക്ലൈമറ്റാണ് ഇന്നിവിടെ കാണാൻ കഴിയുന്നത്. ചെറിയൊരു കാറ്റുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴത്തുള്ളികളും വീഴുന്നുണ്ട്. മുകളിലെ കോവില് വരെ കയറിയെത്താൻ ഏകദേശം 500 സ്റ്റെപ്പുകളാണുള്ളത്. നോർമൽ സ്പീഡിൽ പോകുന്ന ഒരാൾക്ക് 40 അല്ലെങ്കിൽ 45 മിനിറ്റ് കൊണ്ട് മുകളിലെത്താൻ കഴിയും. ചുറ്റും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. അത് കാരണം വളരെ പതുക്കെയാണ് മുകളിലേക്ക് കയറി പോകുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ചുറ്റുമുള്ള പച്ചപ്പും വലിയ വലിയ മരങ്ങളൊക്കെയാണ്. ചില വലിയ മരങ്ങൾക്ക് ചുറ്റും തറ കെട്ടിയിട്ടുണ്ട്. നടന്ന് ക്ഷീണിച്ചവർക്ക് കാറ്റും കൊണ്ട് അവിടെ ഇരിക്കാം. ഇവിടെ കയറാനുള്ള സ്റ്റെപ്പുകളാണേലും 4 or 5 സ്റ്റെപ്പുകൾ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പുകൾക്കിടയിലായി കുറച്ച് നിരപ്പായ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അത് കാരണം അധികം ക്ഷീണം തോന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ കാണുന്ന പോലുള്ള വിശ്രമിക്കാനുള്ള മണ്ഡപങ്ങളും ഉണ്ട്. അങ്ങ് മുകളിലായി കാണുന്നതാണ് മുരുകൻ കോവിൽ. അതിനു മുകളിലായി ശിവന്റെ പ്രതിഷ്ഠയുണ്ട്. എല്ലാ മണ്ഡപങ്ങളുടെയും ലെഫ്റ്റിലും റൈറ്റിലും വിശ്രമിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. സ്റ്റെപ്പുകൾ കയറി ക്ഷീണിച്ചവർക്ക് കുറച്ചു നേരം അവിടെ ഇരിക്കാൻ കഴിയും. ഈ അനുവാവി സുബ്രഹ്മണ്യ കോവിലിന്റെ ഈ കാണുന്ന മലയുടെ മറുഭാഗത്ത് ഇതേ മലയിലാണ് കോയമ്പത്തൂരിലെ പ്രശസ്തമായ മരുതമലൈ കോവിലുള്ളത്. ഈ മല കയറി ഒന്ന് താഴേക്കിറങ്ങിയ മരുതമലയിൽ എത്താൻ കഴിയും. കാടും മലയൊക്കെ ആയ കാരണം അങ്ങനെ ഒരു വഴിയില്ല. റോഡിലൂടെ കുറച്ച് കറങ്ങി തിരിഞ്ഞു വേണം മരുതമലയിലേക്ക് പോകാൻ. ഇവിടെ സ്റ്റെപ്പ് കയറുന്നതിനിടയിൽ കണ്ടൊരു മരമാണത്. ഒരു മണ്ഡപം പണിതീർത്ത പോലെയാണ് മരത്തിന്റെ ഇലകൾ സ്റ്റെപ്പുകൾക്ക് മുകളിലായി നിൽക്കുന്നത്. തിങ്ങി നിൽക്കുന്ന മരങ്ങൾക്കും ഇലകൾക്കും ഇടയിലൂടെയാണ് മലയുടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ പണിതീർത്തിരിക്കുന്നത്. അത് കാരണം അധികം വെയിലൊന്നും കൊള്ളേണ്ടി വരില്ല. ദൂരെയുള്ള മലനിരകളും അതിലിങ്ങനെ മഞ്ഞു മൂടി നിൽക്കുന്നുണ്ട്. വരുന്ന വഴിയിൽ കണ്ട ഗ്രാമങ്ങളും അങ്ങനെ കുറെ നല്ല കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ കഴിയും. മുകളിൽ ഇനിയും കയറി എത്തിയിട്ടില്ല. മുകളിൽ പോയാൽ ഉറപ്പായും ഇതിലും നല്ല കാഴ്ചകൾ കാണാൻ കഴിയും. ഇപ്പൊ കയറി എത്തിയ മണ്ഡപത്തിന്റെ വലതു ഭാഗത്തായി ഒരു പ്രതിഷ്ഠ കാണാൻ കഴിയും. ഇടുമ്പൻ തുണൈ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മുരുകന്റെ കാവൽക്കാരനാണ് ഇടുമ്പൻ എന്നാണ് ഐതിഹ്യം. കുറച്ചുകൂടി ഉയരത്തിലെത്തിയപ്പോൾ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കയറി വന്ന സ്റ്റെപ്പുകളും ദൂരെയുള്ള കൃഷിയിടങ്ങളും അതിന് പിന്നിലായുള്ള മലനിരകളും. ഇനിയും മുകളിലേക്ക് കയറാനുണ്ട്. ഉറപ്പായും ഇതിലും നല്ല വ്യൂ അവിടെ കാത്തിരിപ്പുണ്ട്. അങ്ങ് താഴെ കാണുന്നത് ഹനുമാന്റെ വലിയൊരു ശില്പമാണ്. അനുവാവി ആഞ്ജനേയർ നന്ദവനം എന്ന മറ്റൊരു ക്ഷേത്രം അവിടെയുണ്ട്.
അവിടെയുള്ള വലിയൊരു ഹനുമാന്റെ ശില്പമാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യം ഞാൻ പറയാം. ഹനുമാൻ സഞ്ജീവനി മലയായി പോകുമ്പോൾ വെള്ളം കുടിക്കാൻ ദാഹിക്കും. ആ സമയത്ത് മുരുകനോട് പ്രാർത്ഥിക്കും. മുരുകൻ കയ്യിലുള്ള വേലുകൊണ്ട് പാറയിൽ കുത്തി ഒരു ഉറവ് അവിടെ ഉത്ഭവിക്കും. അതിൽ നിന്ന് ഹനുമാന് കുടിക്കാനുള്ള വെള്ളം കിട്ടും. കുറച്ച് മുകളിലേക്ക് പോയാൽ പാറകൾക്കിടയിലൂടെ വരുന്ന ഒരു ഉറവയുണ്ട്. വേനൽക്കാലത്തും അവിടെ വെള്ളം വറ്റില്ല എന്നാണ് പറയുന്നത്. നല്ല നല്ല പ്രകൃതിയുടെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നവർ പെട്ടെന്നൊന്നും മുകളിലേക്ക് കയറിപ്പോയില്ല. ഓരോ 10 അടി കഴിഞ്ഞാലും കാട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിനെ ശാന്തമാക്കുന്ന രീതിയിലുള്ള കാടിൻ്റെ കുറേ നല്ല കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. മുരുകൻ ടെമ്പിളിന് മുന്നേ ഉള്ള അവസാനത്തെ കുറച്ച് സ്റ്റെപ്പുകളാണിത്. ഈ കയറ്റം കുറച്ച് സ്റ്റീപ്പാണ്. ടെമ്പിളിന് ചുറ്റുമുള്ള മതിലാണ് ഈ കാണാൻ കഴിയുന്നത്. വളരെ വലിയൊരു മതിലാണിത്. താഴെ നിന്ന് നോക്കുമ്പോഴും ഈ മതിൽ നമുക്ക് കാണാൻ കഴിയും. സ്റ്റെപ്പ് കയറി വന്ന ക്ഷീണമല്ല ഇവിടുത്തെ കാറ്റും കൊണ്ട് നിന്നാൽ അതെല്ലാം മറക്കും. കുറേ വന്യമൃഗങ്ങളെല്ലാം ഉള്ള കൊടും കാടാണത്. അതുകൊണ്ടാണ് ഇവിടെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3 മണി വരെ സന്ദർശകരെ അനുവദിക്കൂ. മുരുകൻ കോവിലിന് മുന്നിലുള്ള അവസാനത്തെ ആ കുറച്ച് പടികൾ കയറാം. അത് കഴിഞ്ഞാൽ ഇനിയും മുകളിലായി ശിവന്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. മുരുകൻ കോവിലിനും ശിവപ്രതിഷ്ഠയുടെയും ഇടയിലായാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഉറവയുള്ളത്. മുകളിൽ കയറിയെത്തിയതും ഒരു ഭാഗത്തായി തിങ്ങി നിറഞ്ഞ കാടാണ്. കയറി വരുന്ന എല്ലാവരും ആദ്യം അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നീടാണ് കാര്യം പിടികിട്ടിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാമുനി മരുതമലയിൽ നിന്ന് ഇവിടെ വന്ന് ഈ കാട്ടിനുള്ളിൽ ഇവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഒരുപാട് വർഷം തപസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഐതിഹ്യം. ഈ ഭാഗത്ത് എവിടെയായാണ് ആ ഗുഹയുള്ളത്. എത്ര ശ്രമിച്ചിട്ടും ആ ഗുഹ സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. ചുറ്റും തിങ്ങി നിറഞ്ഞ മരങ്ങളും അതിൽ നിന്നുള്ള വേരുകളും ചെറുതും വലുതുമായ ചെടികളെല്ലാമാണ്. കൊടും കാടായ കാരണം താഴെ ഇറങ്ങാനുള്ള അനുവാദമില്ല. ഈ നിൽക്കുന്നിടത്ത് നിന്ന് നല്ല താഴ്ചയുണ്ട് ആ ഗുഹയുടെ സ്ഥലത്തേക്ക്. വേനൽക്കാലത്ത് ഇവിടെ എത്തിയാൽ ചിലപ്പോൾ ആ ഗുഹ കാണാൻ കഴിയും. ക്ഷേത്രത്തിനകത്തേക്ക് ക്യാമറയായൊന്നും പോകുന്നില്ല. പലരും അകത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട്. മുരുകനും പത്നിമാരോടുമൊപ്പമുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ കാണാൻ കഴിയുക. ഉച്ച സമയത്ത് ഇവിടെ അന്നദാനമുണ്ട്. അത് കാരണം കുറച്ച് സമയം കഴിഞ്ഞാണ് തിരക്ക് വരാറ്. ചരിത്രം നോക്കിപ്പോയാൽ 11-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു ക്ഷേത്രമാണിത് എന്നാണ് പറയപ്പെടുന്നത്. ആ കാണുന്ന സ്റ്റെപ്പുകൾ കയറി മുകളിൽ പോയാലാണ് ശിവപ്രതിഷ്ഠയുടെ മുന്നിലെത്താൻ കഴിയുക. വലതു ഭാഗത്തായി കാണുന്നത് ഹനുമാന്റെ പ്രതിഷ്ഠയിരിക്കുന്ന കോവിലാണ്. സൈഡിലായി ഒരു ഗണപതി കോവിലുണ്ട്. പല രീതിയിലുള്ള നിറങ്ങളും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ കാണാൻ കഴിയും. ചുവപ്പാണ് അതിൽ പ്രധാനമായി തോന്നിയിട്ടുള്ളത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണത്. നേരെ നടന്നു വന്നാൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നല്ലൊരു ഏരിയൽ വ്യൂ ആണ് അമ്പലത്തിനടുത്തുള്ള വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ കഴിയുന്നത്. വീഡിയോയിൽ മുൻപേ ഞാൻ പറഞ്ഞിരുന്നു, മുകളിലെത്തിയാൽ അതിഗംഭീരമായ വ്യൂ ആയിരിക്കും കാണാൻ കഴിയുക. പ്രതീക്ഷ തെറ്റിയില്ല. ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലങ്ങളും മുന്നിലുള്ള ആ ഗോപുരം എല്ലാം ഇവിടെ നിന്ന് നന്നായി കാണുന്നുണ്ട്. മരങ്ങൾ തിങ്ങി നിറഞ്ഞതിനിടയിലൂടെ കയറി വന്ന സ്റ്റെപ്പുകളും കുറച്ച് കാണുന്നുണ്ട്. കയറി മുകളിലെത്തി താഴേക്ക് നോക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമാണ് മനസ്സിന്. ഇനി ഇവിടുത്തെ നീരുറവയും കണ്ട് ശിവക്ഷേത്രത്തിനടുത്തേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ നീരുറവ. ഇപ്പം മഴയൊന്നുമില്ല, വെള്ളം നേരിയ തോതിലാണ് ഒഴുകി വരുന്നത്. ഇവിടുത്തെ ഐതിഹ്യങ്ങൾക്ക് പിറകിൽ ഈ നീരുറവയ്ക്ക് പ്രധാന പങ്കുണ്ട്. അനുവാവിയിലെ സുബ്രഹ്മണ്യം കോവിലും കണ്ടു. ഇവിടുത്തെ പ്രശസ്തമായ നീരുറവയും കണ്ടു. ഇനി ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ ശിവക്ഷേത്രത്തിന് മുന്നിലാണ് ഇപ്പോൾ കയറി എത്തിയിരിക്കുന്നത്. ചുറ്റും മരങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വളരെ ചെറിയൊരു കോവിലാണത്. മുരുകൻ കോവിലിനെ പോലെ തന്നെ ഇവിടുത്തെ ഗോപുരത്തിലുള്ള കൊത്തുപണികളും വളരെ മനോഹരമായിട്ടുണ്ട്. കാടിൻ്റെ ആ ഒരു അന്തരീക്ഷം ഇവിടെയാണ് നന്നായി അറിയാൻ കഴിയുന്നത്. വീക്കെൻഡ്സിനേക്കാളും തിരക്ക് ഇവിടെ ചൊവ്വാഴ്ചയാണെന്നാണ് പറഞ്ഞത്. എല്ലാ ചൊവ്വാഴ്ചയും ഒരുപാട് പേര് മല കയറി ഇവിടെ വന്ന് മുരുകനെ പ്രാർത്ഥിക്കാറുണ്ട്. ഏറ്റവും മുകളിലെ ശിവൻകോവിലിന് മുന്നിൽ നിന്ന് കാണാൻ കഴിയുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. ഇന്നത്തെ ക്ലൈമറ്റ് എന്തായാലും കൊള്ളാം. നല്ല മഞ്ഞ് മൂടിയിരിക്കുന്ന സമയത്താണ് ഇതുപോലൊരു വ്യൂ കാണാൻ കഴിയില്ല. ഇന്നാണ് ചെറിയൊരു തണുപ്പുണ്ട്. മുകളിൽ നിന്നുള്ള ഏരിയൽ വ്യൂ നന്നായി കാണാനും കഴിഞ്ഞു. മുകളിലെ കാഴ്ചകളെല്ലാം മതിയാവോളം കണ്ട് ആസ്വദിച്ച് വീഡിയോന്റെ തുടക്കത്തിൽ മല കയറി തുടങ്ങുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. താഴെ വിനായകർ കോവിലിന് മുന്നിലായി വനക്കറുപ്പുരായർ കോവിലുണ്ടെന്ന്. ഈ വഴി കാട്ടിലൂടെ കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞാൽ അവിടെ എത്താൻ കഴിയും. കാടിന് നടുവിലൂടെയുള്ള വളരെ ചെറിയൊരു വഴി. ഇവിടെ വരുന്ന പലരും അറിയാതെ കാണാതെ തിരിച്ചു പോകുന്ന ഒരു കോവില് കൂടിയാണത്. ഞാനും ഇതറിയാതെ തിരിച്ചു പോയിട്ടുണ്ടാവും. ഒരാൾ പറഞ്ഞറിഞ്ഞാണ് ഇവിടേക്ക് വന്നത്. വളരെ കുറച്ചു ദൂരം നടക്കാനുള്ളൂ. കുറച്ച് ദൂരെ നിന്ന് തന്നെ കറുപ്പുരായന്റെ പ്രതിഷ്ഠ കാണാൻ കഴിയും. കേരളത്തിലുള്ളവർക്ക് അത്ര പരിചയം കാണില്ല കറുപ്പുരായനും കറുപ്പുസ്വാമിയെല്ലാം. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടും ചിങ്ങഞ്ചിറ എന്ന കറുപ്പുസ്വാമി ക്ഷേത്രമുണ്ട്.
കാവൽ ദൈവമാണ് കറുപ്പ് സ്വാമിയും കറുപ്പ് രായനെല്ലാം. നാടിനെയും കൃഷിയിടങ്ങളെയെല്ലാം കാവൽ കാക്കുന്ന കാവൽ ദൈവം. രാത്രി സമയങ്ങളിൽ കറുപ്പ് സ്വാമി കൃഷിയിടങ്ങൾക്കും നാട്ടുകാർക്കും നാടിനും വേണ്ടി കാവലിരിക്കുന്നുണ്ട് എന്നാണ് വിശ്വസിച്ചു വരുന്നത്. ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഒരു സ്ഥലം കൂടി ഇനി കാണാനുണ്ട്. മല മുകളിൽ നിന്ന് വലിയൊരു ഹനുമാന്റെ ശില്പം കണ്ടിരുന്നു. ഇനി അവിടേക്ക് പോവാം. അനുവാവി ആഞ്ജനേയർ നന്ദവനം. അനുവാവി സുബ്രഹ്മണ്യൻ കോവിലിന് താഴ്വാരത്തായുള്ള മറ്റൊരു ടെമ്പിളാണത്. ഈ കാണുന്ന വഴിയിലൂടെ നടന്നാലാണ് ആ ടെമ്പിളിനടുത്ത് എത്താൻ കഴിയുക. ചുറ്റും ഇലക്ട്രിഫൈഡ് ഫെൻസാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് കാട്ടാനകളുള്ളൊരു സ്ഥലമാണത്. അത് കാരണം ഇവിടുത്തെ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കെല്ലാം ഇലക്ട്രിക് ഫെൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്നവർ അതെല്ലാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കോയമ്പത്തൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹനുമാന്റെ ശില്പം ഇവിടെയാണ് കാണാൻ കഴിയുക എന്നാണ് പറയപ്പെടുന്നത്. 6 അടിയുള്ള ഒരാൾ അവിടെ പോയി നിന്നാൽ പോലും ഹനുമാന്റെ കാലിൻ്റെ അത്രയും ഉയരം ഉണ്ടാവും. നേരിട്ട് കണ്ട ശരിക്കും ഒന്ന് ഞെട്ടിപ്പോവും. അത്രയും വലിയൊരു ഹനുമാൻ ശില്പമാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത്. തൊട്ടപ്പുറത്തായി ശ്രീരാമന്റെ പ്രതിഷ്ഠ കൂടിയുണ്ട്. അനുവാവി മുരുകൻ ടെമ്പിൾ കാണാനായി വരുന്നവർ ഈ സ്ഥലവും ഒരിക്കലും മിസ് ചെയ്യരുത്. കേരള തമിഴ്നാട് ബോർഡറിനടുത്തായി സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ക്ഷേത്രവും പരിസരവുമാണ് ഇവിടെ വന്നാൽ കാണാൻ കഴിയുക. ഇവിടുത്തെ കാറ്റും കൊണ്ട് ഈ കാഴ്ചകളെല്ലാം കണ്ടു നടന്ന് ഉറപ്പായും മനസ്സൊന്ന് ശാന്തമാവും. തിരക്കും ബഹളങ്ങളൊന്നും ഇല്ലാതെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന മനോഹരമായൊരു ക്ഷേത്രമാണിത്. പാലക്കാട് ജില്ലയിൽ നിന്ന് ഈസി ആയിട്ട് ഇവിടേക്ക് ഡ്രൈവ് ചെയ്തെത്താൻ കഴിയും. അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടും അവൈലബിൾ ആണ്. കഴിയുന്നതും രാവിലെ തുറക്കുന്ന സമയത്ത് തന്നെ ഇവിടെ എത്താൻ ശ്രമിക്കുക. ടെമ്പിൾ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.